ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു സ്പെഷ്യൽ സദ്യക്കറി കൂട്ടുകറിയാണ് കാണാൻ പോണത്. ഇത് നമ്മുടെ ഓണം, വിഷു അങ്ങനെ കല്യാണ സദ്യകളിൽ എല്ലാം മിക്ക സദ്യകളിലും ഉണ്ടാവുന്ന ഒരു കറിയാണ്. അപ്പം വളരെ എളുപ്പത്തിലും വളരെ രുചികരമായി നമുക്ക് ഈ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് കാണാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെയാണ് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. വെൽക്കം ടു ഡെയിലി ഫുഡ് ഫ്രണ്ട്സ്. ഇത് കടല സോക്ക് ചെയ്തതാണ്. 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്ത കടലയാണ്. പിന്നെ വേണ്ടത് ചേന, ഒരു നേന്ത്രക്കായ, പച്ച നേന്ത്രക്കായ, കായ്. നമുക്ക് ഈ കടല ഇനി വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 4 to 5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഈ പച്ചക്കായും ചേനയും അളവ് എടുക്കുമ്പോൾ ഒരേ അളവിലെടുക്കണം. 1 കപ്പ് അരിഞ്ഞ നേന്ത്രക്കായ ആണെങ്കിൽ 1 കപ്പ് ചേന അതേ അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, മുളക് പൊടി 1/2 സ്പൂണ് ഇട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഇനി വേണ്ടത് അരമുറി നാളികേരമാണ്. കുറച്ച് ജീരകം പൊടിയിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരയ്ക്കണ്ട, ഒരു മുക്കാ പരുവത്തിൽ അരച്ച് നമുക്കവിടെ വെക്കാം. നമുക്ക് ഈ ചേനയും കായും വെന്തുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇത് പാകത്തിന് വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വെന്ത കടല കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടല ദേ ഇത്ര നന്നായി വെന്തുണ്ട്. ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സാക്കി വേവിക്കാം. ഒരു 3-4 മിനിറ്റും കൂടി അടച്ചിട്ട് നമുക്ക് ഇത് ഒന്ന് ഉടഞ്ഞ് കിട്ടണം. ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. 5 മിനിറ്റ് വേവിച്ചാൽ മതി അടച്ചിട്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ഒതുക്കിയ നാളികേരം ജീരകം കൂടി ഇതിലിട്ട് നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, ഇനി കുറച്ച് കുരുമുളക് ചതച്ചത് പൊടി, അതും കൂടി 1/2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി. അതും കൂടി നന്നായി ഇളക്കി ഇനി ശർക്കര പൊടിച്ചത് കുറച്ചൊരു 2 ചെറിയ സ്പൂണോളം ചേർത്തുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും. ഇനി ഒരു തിള വരുമ്പോൾ നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. ശർക്കര എല്ലാതും കൂടി മിക്സ് ആയിട്ടും നന്നായിട്ട്. ഇനി നമുക്ക് ഈ കറി കാച്ചിയെടുക്കണതിലേക്ക് കടക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഒരു ചെറിയ സ്പൂണോളം ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് 2 വറ്റൽമുളക് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 1/4 മുറി നാളികേരമാണിത്. അതും കൂടി ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിലാവണ വരെ നന്നായി വറുത്തെടുക്കാം. നന്നായി നാളികേരം ഒന്ന് മുരിഞ്ഞ് ഇങ്ങനെ കിട്ടണം, എന്നാലും നല്ല ടേസ്റ്റ് ആവുള്ളൂ. നന്നായി ഇത് നാളികേരം നന്നായി മുരിഞ്ഞുണ്ട്. ബ്രൗൺ കളറായ നാളികേരം നമുക്ക് ഈ കടുകും ഉഴുന്നും എല്ലാതും കൂടി ഉള്ള ഈ മിക്സ് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കറീൻ്റെ എല്ലാ ഭാഗത്തേക്കാക്കിയിട്ട് ഇത് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് ബൗളിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. നമ്മുടെ ആഘോഷങ്ങളൊക്കെ അടുത്ത് വരുന്നു. അപ്പോൾ എല്ലാവരും ഈ കറി സദ്യയിൽ ഷുവറായിട്ടും ട്രൈ ചെയ്യണം. നമ്മുടെ ആഘോഷങ്ങൾ വിശേഷങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ കറി ട്രൈ ചെയ്ത് നമുക്ക് നമ്മളെ സദ്യ ഉഷാറാക്കാം. എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് കണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബാണ് നമ്മുടെ ചാനലിൻ്റെ ബൂസ്റ്റർ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ കാണുന്നവരെല്ലാവരും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? ഇനി വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.